ഏതായാലും ഇന്നത്തെ പത്മവ്യൂഹം റൗണ്ടിൽ മത്സരിക്കാനായിട്ട് 4 ടീമുകൾ കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് മത്സരിച്ച 4 ടീമുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു ഒരുമിച്ചുള്ള ഒരു പത്മവ്യൂഹം റൗണ്ടിലേക്ക് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം അല്ലേ ക്രിസ്? തീർച്ചയായും സ്വാഗതം ചെയ്യാം. അമൃത വിദ്യാലയ കൊയിലാണ്ടി, അമൃത വിദ്യാലയം പത്തനംതിട്ട. സ്വാഗതം ചെയ്യാം CNN ഗേൾസ് ഹൈസ്കൂൾ ചേർപ്പ്, ഒപ്പം വ്യാസവിദ്യാപീഠം പാലക്കാട്. അപ്പോൾ ഇതിൽ 4 മത്സരാർത്ഥികളും ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. ഇതിനു മുൻപ് നിങ്ങളുടെ ഒരു കഴിഞ്ഞ ഘട്ടത്തിലെ പത്മവ്യൂഹം റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ കൂടുതലുള്ള റൗണ്ടായിരുന്നു. എന്താണ്, ഒരു സെലക്ഷൻ റൗണ്ടായിരുന്നു അല്ലേ? ഒരു പക്ഷേ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോവില്ല എന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അതിനൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്നാലും കഴിഞ്ഞ 4 റൗണ്ടുകൾ ചക്രവ്യൂഹം, മകരവ്യൂഹം, ഗരുഡവ്യൂഹം, വജ്രവ്യൂഹം കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു അമൃത വിദ്യാലയം കൊയിലാണ്ടി? ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരെ എത്തി നിൽക്കാൻ പറ്റിയതിന്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ റൗണ്ടിലും നല്ലോണം തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആരാ കൂടെ വന്നിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടോ? ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു ഇവരൊരു ഓവറോൾ പെർഫോമൻസ് കഴിഞ്ഞ 4 റൗണ്ടിലുമായിട്ട്? കുട്ടികൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ റൗണ്ടിലും ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പോസിറ്റീവ് ആയിട്ട് തന്നെ പറയുന്നു. നെക്സ്റ്റ് റൗണ്ടിലും അവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അതുകൊണ്ട് നമ്മൾക്ക് കോൺഫിഡൻസ് കുറവൊന്നുമില്ല. എന്നാലും എല്ലാ ടീമിനും ഭാവുകങ്ങൾ നേരുന്നു. നന്ദി ടീച്ചർ. ഇനി അമൃത വിദ്യാലയ പത്തനംതിട്ട. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഇത്രയും റൗണ്ടിൽ വരെ എത്താൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് അമൃതാനന്ദമ്മയുടെ ഒരു അനുഗ്രഹം ഭയങ്കരമായിട്ടുണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ പഠിച്ചതൊക്കെ തന്നെയാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാനും പറ്റി. ഇത്രയും സെക്കൻഡ് പൊസിഷനിൽ എത്തുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചൊന്നുമില്ല. പിന്നെ ടീച്ചർമാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ പെർഫോമൻസ് ഇവരുടെ? ഇത് ഞാൻ പറയാൻ വന്ന കാര്യം തന്നെയാണ് മീര പറഞ്ഞത്. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വളരെയധികം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയും അങ്ങോട്ടുള്ള പ്രയാണത്തിലും ആ അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. തീർച്ചയായും. ഇനി CNN ഗേൾസ് ഹൈസ്കൂൾ ചേർപ്പ്. ഞങ്ങൾക്ക് ഇതുവരെ കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഇപ്പം ഞങ്ങൾ കുറേ പരിശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി പഠിച്ച ചോദ്യങ്ങൾ തന്നെ വരണം എന്നാണ് ആഗ്രഹം. അങ്ങനെ പഠിച്ച ചോദ്യങ്ങൾ തന്നെ വരട്ടെ. അപ്പോൾ ആരാണ് കൂടെ വന്നിട്ടുള്ളത്? അധ്യാപകനാണോ? ഞാൻ സതീശൻ നമ്പൂതിരി. ഞാൻ സപ്താഹം ആചാര്യനാണ്. അതുകൊണ്ട് മഹാഭാരതം എന്ന ഗ്രന്ഥത്തിലെ ഒരു കൂട്ടം കഥകളെ ചിന്തിച്ച് ഞങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് എൻ്റെ ചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. ഈ 8 കുട്ടികൾക്കും, ഈ 2 കുട്ടികൾക്കും മാത്രമല്ല, സ്കൂളിലെ 8 കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. അവരുടെ കഴിവിനനുസരിച്ച് അവർ പ്രസൻറ്റ് ചെയ്യണമുണ്ട്. ഈ ശ്രേഷ്ഠ ഭാരതം പരിപാടിയിൽ വരാൻ സാധിച്ചതിൽ സന്തോഷം. നന്ദി സർ. ഇനി വ്യാസവിദ്യാപീഠം പാലക്കാട്. ഈ ഘട്ടം വരെ എത്തി നിൽക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷിക്കുന്നു. പിന്നീട് ടീച്ചർമാരുടെ സപ്പോർട്ട് കാരണമാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് കൂടുതലായും. പിന്നെ കഴിഞ്ഞ റൗണ്ടിൽ പോയ കുറച്ച് ചാൻസുകൾ തിരിച്ചെടുക്കാൻ കൂടുതലായി ആഗ്രഹിക്കുന്നു. തിരിച്ചെടുക്കാനുള്ള ഒരു അവസാനത്തെ ചാൻസ് ആണത് അല്ലേ? അപ്പൊ ആരാണ് സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളത്? ടീച്ചർമാരാണ്. ടീച്ചർ. അപ്പൊ ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ പെർഫോമൻസ്? നമസ്തേ. അവരുടെ കഴിവിൻ്റെ പരമാവധി അവർക്ക് കൊടുത്ത വിഷയങ്ങൾക്കനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവർ ചെയ്ത എല്ലാ പെർഫോമൻസും, എല്ലാ റൗണ്ട്സിലെ എല്ലാ പെർഫോമൻസും മത്സരത്തിനേക്കാൾ ഉപരി അവരുടെ ജീവിതത്തിൽ ഒരു നല്ല വഴിത്തിരിവായി തീരട്ടെ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു നല്ല വഴിത്തിരിവായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സ്കൂളുകൾക്കും നല്ല ഭാവുകങ്ങൾ നേരുന്നു. കൂടാതെ ഞങ്ങളെ ഒരുപാട് പേര്, ഞങ്ങളുടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരും കുട്ടികളെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലുപരി സംസ്കൃത അധ്യാപകൻ ശ്രീനിവാസൻ സാറാണ് ഇവരെ പ്രചോദനം നൽകിയത്. അതിന് കുട്ടികൾക്ക് ഭാവുകങ്ങൾ നേരുന്നു. നമസ്തേ. നന്ദി ടീച്ചർ. അപ്പോൾ ഏതായാലും 4 ടീമിൻ്റെയും ഒരു എന്താണ് അവരിപ്പോൾ ഈ 4 റൗണ്ടും കഴിഞ്ഞപ്പോൾ അവർക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്നുള്ള കാര്യമൊക്കെ അവരിങ്ങനെ പറഞ്ഞു. അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഈ 4 റൗണ്ടുകളിൽ ഒരുപാട് റൗണ്ടുകൾ നിങ്ങൾക്ക് പുതിയതായിരിക്കും അല്ലേ? ഇപ്പോൾ ബസർ റൗണ്ട് ഇതിനു മുൻപ് ആരും മത്സരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സ്കിറ്റിലും ഒക്കെ പല ആൾക്കാരും പുതിയതായിട്ടായിരുന്നു. മുത്തശ്ശി കഥ, ഒരു കഥ കേട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ, അങ്ങനെ സംവാദം, ഇതൊക്കെ പുതിയതായിട്ട് ആദ്യമായിട്ട് മത്സരിക്കുകയാണെന്നാണ് ഒരുപാട് പേര് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞ പോലെ ഒരുപാട് എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എഫേർട്ടൊക്കെ ഒന്ന് നമുക്ക് ഒരു ചെറിയൊരു റീക്യാപ്പ് കഴിഞ്ഞ 4 ഘട്ടങ്ങളായി ഇവരെടുത്ത് ഈ മത്സരാർത്ഥികൾ എടുത്ത എഫേർട്ട് എന്താണെന്നൊന്ന് കണ്ടുവരാം. ഞങ്ങൾ വ്യാസവിദ്യാപീഠം പാലക്കാടിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളിവിടെ
നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഡ്രാമയുടെ തീം എന്ന് വെച്ചാൽ മഹാഭാരതത്തിലെ ഉത്തങ്കൻ്റെ കഥയാണ്. ഉത്തങ്കൻ ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കുന്ന കഥയാണ്. ഗ്രൂമിങ് സെക്ഷനിൽ സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുറേ എക്സസൈസും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ നന്നായി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കണം. 12 ആരക്കാലുള്ള യന്ത്രം സംവത്സരമാണ്. അതിൽ നൂല് ചുറ്റിയിരുന്ന 6 കുമാരന്മാർ 6 ഋതുക്കളും. അപ്പോൾ ഞാൻ കണ്ട കാളയോ? നീ വഴിയിൽ കണ്ട കാള ഐരാവതമാണെന്നറിയുക. ആ കാളപ്പുറത്തിരുന്ന ദിവ്യപുരുഷൻ സാക്ഷാൽ ഇന്ദ്രദേവനും. നീ ഭക്ഷിച്ച ചാണകമോ അമൃതും. അമൃത് ഭക്ഷിച്ചതിനാലാണ് പാതാള ലോകത്ത് വെച്ച് നിനക്ക് മൃത്യു സംഭവിക്കാതിരുന്നത്. നീ വഴിയിൽ കണ്ട കുതിര അഗ്നിദേവനും. കുതിരക്കാരൻ ഇന്ദ്രദേവനുമായിരുന്നു. ഇന്ദ്രദേവൻ എന്റെ സുഹൃത്തായിരുന്നതിനാൽ നിന്നോടുണ്ടായ ദയാവായ്പുകൊണ്ടാണ് അദ്ദേഹം നിന്റെ രക്ഷയ്ക്കെത്തിയത്. ഞങ്ങൾ അമൃത വിദ്യാലയം കൊയിലാണ്ടിയിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ഇവിടെ ഉർവശി ശാപം എന്നൊരു നാടകം ചെയ്യാനാണ് വന്നത്. ഇവിടെ ഗ്രൂമിംഗ് സെക്ഷനിൽ ഞങ്ങളുടെ സാറ് വന്നിട്ട് കുറേ പറഞ്ഞു. കുറേ കോൺഫിഡൻസും ടെൻഷനൊക്കെ മാറ്റി തന്നു. കുറേ എക്സസൈസ് ചെയ്യിപ്പിച്ചു. സ്റ്റേജിൽ നല്ലതുപോലെ പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരൂ അനുജ, നിന്നോട് മാത്രമായി നമുക്ക് ചിലത് പറയുവാനുണ്ട്. ജ്യേഷ്ഠന്റെ വാക്കുകൾ കേൾക്കാൻ വിനീതനായ ഈ അനുജൻ കാത്തിരിക്കുന്നു. പറഞ്ഞാലും അർജുന, വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ തീർച്ചയായും കൗരവരുമായി നമുക്ക് ഏറ്റുമുട്ടേണ്ടതായി വരും. നീ ആർജിച്ച അസ്ത്രവിദ്യാപാഠവം കൊണ്ട് മാത്രം
കൗരവപ്പടയെ നേരിടാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഭാരതവർഷത്തിലെ ചക്രവർത്തി പദത്തിൽ ജ്യേഷ്ഠനെ അവരോധിക്കുന്ന ഒരു ദിവസത്തിന് ഈ അനുജൻ കാത്തിരിക്കുന്നു. കൗരവരെ ജയിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് എന്ന സ്ഥലത്തെ സേനം ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ സ്കിറ്റിന്റെ പേര് ശിശുപാലവധം എന്നാണ്. സാം സാർ എന്ന് പറഞ്ഞ സാറിന്റെ ഒരു ട്രെയിനിങ് വഴി ഞങ്ങളുടെ ടെൻഷൻ എല്ലാം ഇപ്പൊ പോയി. രാജാക്കന്മാരെ കേട്ടില്ലേ? നല്ലോണം സ്കിറ്റ് റൗണ്ട് നല്ലോണം ചെയ്യാൻ പറ്റും, നല്ല വിശ്വാസമുണ്ട്. ഇവൻ വളരെ നീചനാണ്. എന്റെ അച്ഛന്റെ സഹോദരി ഓർത്ത് ഇത്ര നാൾ ഞാൻ ക്ഷമിച്ചു, പക്ഷേ ഇനി ക്ഷമിക്കുകയില്ല. ഇവന്റെ അഹന്തയും വികാരവും നിങ്ങളെല്ലാവരും കണ്ടുവല്ലോ. ഹേ ശിശുപാല, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. മറ്റു രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് വ്യർത്ഥമായ വാക്യങ്ങൾ പുലമ്പുന്നത് എന്തിനാണ് കൃഷ്ണ? ഞങ്ങൾ പത്തനംതിട്ട അമൃത വിദ്യാലയത്തിൽ നിന്നും വരുന്നു. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കല്യാണ സൗഗന്ധികം എന്നൊരു ടോപ്പിക്കുമായിട്ടാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഗ്രൂമേഴ്സും സാറുമാരും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ നല്ലപോലെ ചെയ്യുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ദുർഭാഷണങ്ങൾ പുറത്ത് അങ്ങ് ആരാണെന്ന് വെളിപ്പെടുത്തിയാലും സോദര, ലോകർക്ക് പ്രാണനായ ഭഗവാന്റെ പുത്രൻ ഹനുമാനാണ്. ദേവമാർഗത്തിൽ പ്രവേശിക്കാൻ തുടങ്ങുന്ന താങ്കളെ തടയാനാണ് നാം ഇപ്രകാരം വേഷപ്രച്ഛനായത്. അതിരിക്കട്ടെ, താങ്കളുടെ ആഗമനോദ്ദേശം എന്താണ്? ജ്യേഷ്ഠ, അവിടുന്ന് നമ്മൾ തെറ്റുകൾ പുറത്തു തന്നാലും ഭവാനെ കണ്ടത് മൂലം ഞാൻ ധന്യനായിരിക്കുന്നു. നമ്മുടെ പ്രിയപത്നിക്ക് വേണ്ടി സൗഗന്ധിക പുഷ്പങ്ങൾ തേടിയിറങ്ങിയതാണ് നാം. ശ്രേഷ്ഠ ഭാരതം അപ്പോൾ ഏതായാലും ഇന്നത്തെ അധ്യായത്തിലെ പത്മവ്യൂഹം റൗണ്ട് തുടങ്ങേണ്ട സമയമായി. പക്ഷെ അതിനു മുൻപ് ചെറിയൊരു ഇടവേള.
പത്മവ്യൂഹം റൗണ്ടിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. വനവാസകാലത്ത് നളനെ ശരണം പ്രാപിച്ച പാമ്പ്. കാർക്കോടകൻ. ശരി.